ഹായ് ഡിയർ ഫ്രണ്ട്സ്, പഠിക്കുമ്പോൾ ശ്രദ്ധ തെറ്റിപ്പോകുന്നുണ്ടോ? വലിയ സിലബസ് കാണുമ്പോൾ മടുപ്പ് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ പഠനം എളുപ്പമാക്കാനും കൂടുതൽ കാര്യക്ഷമമാക്കാനും സഹായിക്കുന്ന ഒരു സൂപ്പർ ടെക്നിക്കാണ് പൊമോഡോറോ ടെക്നിക്ക്. എന്താണ് പൊമോഡോറോ ടെക്നിക്ക് എന്നും ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നും നമുക്ക് നോക്കാം. 1980കളിൽ ഫ്രാൻസിസ്കോ സിറില്ലോ എന്നയാൾ വികസിപ്പിച്ചെടുത്ത ഒരു പഠന രീതിയാണിത്. ടൊമാറ്റോയുടെ ആകൃതിയിലുള്ള ഒരു ടൈമർ ഉപയോഗിച്ചതുകൊണ്ടാണ് ഇതിന് പൊമോഡോറോ എന്ന പേര് വന്നത്. ഈ രീതിയിൽ നമ്മൾ പഠനത്തെ ചെറിയ ചെറിയ സമയങ്ങളായി തിരിച്ച് അതിനിടയിൽ വിശ്രമിക്കാൻ സമയം കണ്ടെത്തും. പൊമോഡോറോ ടെക്നിക്ക് വളരെ ലളിതമാണ്. ഇതിന് 4 പ്രധാന ഘട്ടങ്ങളാണുള്ളത്. 1. ഒരു പഠന വിഷയം തിരഞ്ഞെടുക്കുക എന്നുള്ളത്. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗം തിരഞ്ഞെടുക്കുക. അതിനുശേഷം ടൈമർ സജ്ജമാക്കുക. നിങ്ങളുടെ ടൈമർ 25 മിനിറ്റിലേക്ക് സജ്ജമാക്കുക. ഈ 25 മിനിറ്റ് സമയത്തെയാണ് ഒരു പൊമോഡോറോ എന്ന് പറയുന്നത്. അതിനുശേഷം ശ്രദ്ധയോടെ പഠിക്കുക. ടൈമർ മുഴങ്ങുന്നതുവരെ തിരഞ്ഞെടുത്ത വിഷയത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുക. ഈ 25 മിനിറ്റിനുള്ളിൽ മറ്റ് ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കും പോകരുത്. ഫോൺ നോക്കുകയോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയോ ചെയ്യരുത്. എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് വന്നാൽ അവ ഒരു കടലാസിൽ കുറിച്ചിട്ട് 25 മിനിറ്റ് കഴിഞ്ഞ ശേഷം അത് ശ്രദ്ധിക്കുക. പഠനത്തിനിടയിൽ കൃത്യമായ ഇടവേളകളിൽ നമുക്ക് ഇൻ്റർവെൽസ് നിർബന്ധമാണ്. 25 മിനിറ്റ് കഴിയുമ്പോൾ ടൈമർ അടിക്കും. അപ്പോൾ 3 മുതൽ 5 മിനിറ്റ് വരെ ഒരു ചെറിയ ഇടവേള എടുക്കുക. ഈ സമയം എഴുന്നേറ്റ് നടക്കുകയോ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ കണ്ണടച്ച് വിശ്രമിക്കുകയോ ചെയ്യാം. ഇത് നിങ്ങളുടെ മനസ്സിന് വിശ്രമം നൽകാനും അടുത്ത പഠന സെക്ഷന് തയ്യാറെടുക്കാനും സഹായിക്കും. ഈ 4 ഘട്ടങ്ങൾ ചേരുമ്പോഴാണ് ഒരു പൊമോഡോറോ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. ഈ പൊമോഡോറോ സൈക്കിളുകൾ ആവർത്തിക്കുക. ഓരോ 4 പൊമോഡോറോയ്ക്കും ശേഷം, അതായത് 100 മിനിറ്റ് പഠനത്തിന് ശേഷം നിങ്ങൾ ഒരു വലിയ ഇടവേള 15 മുതൽ 30 മിനിറ്റ് വരെ എടുക്കണം. ഈ വലിയ ബ്രേക്ക് നിങ്ങളുടെ തലച്ചോറിന് കൂടുതൽ വിശ്രമം നൽകാനും പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാനും സഹായിക്കും. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് നമ്മുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു. ചെറിയ സമയത്തേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ ഏകാഗ്രത കൂട്ടാൻ സഹായിക്കും. ഇടവിട്ടുള്ള ബ്രേക്കുകൾ പഠനത്തെ മടുപ്പിക്കുന്ന ഒന്നല്ലാതാക്കി മാറ്റുന്നു. സമയബോധം നൽകുന്നു. ഓരോ വിഷയത്തിനും എത്ര സമയം എടുക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ചിട്ടയായ പഠനം നിങ്ങളുടെ പഠനത്തിൻ്റെ ഔട്ട്പുട്ട് കൂട്ടുന്നു. വലിയൊരു ജോലി തുടങ്ങാനുള്ള മടി ഇല്ലാതാക്കി ചെറിയ ഭാഗങ്ങളാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കും. പൊമോഡോറോ ടെക്നിക്കുകൾ ഉപയോഗിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക. ടൈമർ മുഴങ്ങുമ്പോൾ നിർബന്ധമായും ബ്രേക്ക് എടുക്കുക. പിന്നീട് പഠനം തുടരരുത്. 25 മിനിറ്റ് എന്നത് ഒരു ശരാശരി സമയമാണ്. നിങ്ങൾക്ക് 30 മുതൽ 40 മിനിറ്റ് വരെ നമുക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾ പൂർത്തിയാക്കിയ ഓരോ പൊമോഡോറോയും ഒരു ബുക്കിൽ രേഖപ്പെടുത്തുന്നത് പ്രചോദനം നൽകും. പഠനത്തെ കൂടുതൽ എളുപ്പവും കാര്യക്ഷമവുമാക്കാൻ ഈ പൊമോഡോറോ ടെക്നിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.